ദേ നിന്റെ റെഡ് ക്രോസുകാരൻ പപ്പ. ഹായ്. ഹലോ പപ്പ. ഹലോ, ഹൗ ആർ യു മൈ ഏഞ്ചൽ? പപ്പ മിണ്ടണ്ട, കൊറേ ദിവസമല്ലേ വിളിച്ചിട്ട്. മോളു അത് പപ്പ പറഞ്ഞില്ലേ, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല, സാറ്റലൈറ്റ് ഫോണല്ലേ, അതുകൊണ്ടാണ് എപ്പോഴും വിളിക്കാൻ പറ്റാത്തത്. വേണ്ട പപ്പ, ഒന്നും പറയണ്ട. പപ്പ എന്താ വരാത്തെ? ഐ എം വെയിറ്റിംഗ്. നാളെ എന്റെ ട്രയൽസ് ആണ്. ഏഞ്ചലിന്റെ അടുത്ത് കൊണ്ടുപോയില്ലല്ലോ, ബ്ലെസ്സിങ് കിട്ടിയില്ല. അത് ട്രയൽസ് അല്ലേ മോളു, ആനുവൽ മീറ്റ് ആവട്ടെ, എന്നിട്ട് മോളു നമുക്ക് ഒന്നിച്ചു പോവാം. മോളു പപ്പയ്ക്ക് ഒരു ഉമ്മ വന്നേ, ഇതിപ്പോ കട്ടാവും. മിടുക്കി. അപ്പൊ നാളത്തെ ട്രയൽസിന് ഓൾ ദ ബെസ്റ്റ്. ഇപ്രാവശ്യം നമുക്ക് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷന് പോകണം, മെഡലും വാങ്ങണം. പിന്നെ പപ്പ ഒരു ഗിഫ്റ്റ് മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിവ്യ, താങ്ക് യു പപ്പ. Roy, see, Syria is a dangerous place. It's true that you're doing service for them. But we need you. Our kid needs you. എനിക്ക് വേണ്ടിയല്ല, at least for the kid. Teresa, love you all. But റോയ്, ഒരു വർഷമായി. നമുക്കിനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. യു ടേക്ക് കെയർ. എന്തായാലും കോളിനൊന്നും കുറവില്ലേ? അവൻ തന്നെ ചേച്ചി, ഇന്നലെയും വഴി വെച്ച് കണ്ടിരുന്നു. ഇപ്പൊ ഒരു സമാധാനം തരുന്നില്ല. അവനെ ഇനി എന്ത് ചെയ്യുന്ന ഓർക്കുന്നേ. ഇങ്ങനെയുള്ളവന്മാരെ വല്ല വാടകകൊണ്ടുകളെയും വെച്ച് തല്ലിക്കണം, എന്നാൽ ഇവന്മാരൊക്കെ മര്യാദ പഠിക്കൂ. സത്യം ചേച്ചി. മമ്മി, ഈ വാടക ഗുണ്ടാന്ന് പറഞ്ഞാലെന്താ? ഞാൻ ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നു, അവക്ക് സംശയം ചോദിക്കാൻ തോന്നിയ കാര്യം കണ്ടില്ലേ? ആ പാലെടുത്ത് കുടിച്ച് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കേ. നാളെ ജമ്പ് ചെയ്യണ്ടല്ലേ, പവർ വരട്ടെ. ഫൈനൽ ചട്ടമാണ്, യു ക്യാൻ ഡു ഇറ്റ്. ഒന്നും നോക്കണ്ട, ഒറ്റ ചട്ടം. Next. And I think this is the best gem so far. Good. Dinesh, don't note it. അത് ഫൗളായിരുന്നു. And cross the line. How? Adu foul alla. I just saw it. Dinesh, താൻ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാ? It's Max. Do you know what is mine? If I think it's a foul, it's a foul. I decide. Sir, but Oh, you think you know better than me? Huh? ഞാൻ foul എന്ന് പറഞ്ഞാ, that's a foul. Understand? Now, you go to the class. Call the next batch. Next. അത് കുഴപ്പമില്ല. I'll deal with it once I'm back. 1 second. വന്നല്ലോ ചാട്ടക്കാരി. ഹൗസ് യു ജംപ്? സർ, എന്റെ ജംപ് വെറുതെ ഫൗൾ വിളിച്ചു. ഞാൻ നോ പ്രോബ്ലം. പോയി ചായ കുടിക്കും മോള്. ഹലോ, യാ, നൗ ടെൽ മീ ഹൗ സീരിയസ് ഹിസ് കണ്ടീഷൻ ഇസ്. അപ്ഡേറ്റ് മീ എവറി അവർ. എന്താ ഒച്ചയിൽ ഇത് വെച്ചിരിക്കുന്നത്? പപ്പ തന്നിരിക്കുന്ന ഗിഫ്റ്റ് ഒക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കും കേട്ടോ, പറഞ്ഞേക്കാം. പോയി കിടന്നുറങ്ങ്. ഞാൻ ഫൗൾ എന്ന് പറഞ്ഞാ, that's a foul. മിസ് പോവാ. Keep your legs close. So today onwards, you'll be having warm-ups. And I resigned the job. It's all right. ഇങ്ങനെയുള്ളവന്മാരെ വല്ല വാടകകൊണ്ടുകളെയും വെച്ച് തല്ലിക്കണം, എന്നാൽ ഇവന്മാരൊക്കെ മര്യാദ പഠിക്കും. And come on amigo, live the trials. Cheer up. അവിനാഷ്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? ഷുവർ, എന്ത് ഹെൽപ്പാണ് ചെയ്യാം?
ഡേവിഡ് സാറിനെ ഇടിക്കണം. ഇടികൊണ്ട് സൂപ്പായ അയാൾ വീണ് കിടക്കുമ്പം സിനിമയിലൊക്കെ കാണുന്ന പോലെ അയാളുടെ നെഞ്ചിൽ കാല് വെച്ചിട്ട് ദിസ് ഇസ് ഫോർ ആൻ മരിയ യു സ്റ്റുപ്പിഡ് മോങ്കി ഫേസ് എന്ന് പറയണം. അതിന് നീ എനിക്കൊരു വാടക കൊണ്ട് ഒപ്പിച്ചു തരണം. ഞാൻ വാടക കൊണ്ട് പറ്റൂല? അത് പിന്നെ ഷുവർ, ഞാൻ നോക്കട്ടെ. ഇതെന്താ സംഭവം? പപ്പ അയച്ചു തന്ന ഗിഫ്റ്റാ. ഇതിൽ വിളിച്ചാൽ മതി. 2 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. എല്ലാം സൂക്ഷിച്ചു വേണം. ഇതിപ്പോ എന്തൊരു തലവേനയിലത്. ഈ സ്പോർട്സ് ഒരു 2 ആഴ്ച മുമ്പാണ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ലിസ്റ്റ്. കാക്കരവേട്ടൻ പരോള് കഴിഞ്ഞ് പോയിട്ട് 2 ആഴ്ചയായി. കുപ്പിസുര അടിപിടിക്കില്ല, വെട്ട് മാത്രം. ഇനിയിപ്പോ ആരെ സംഘടിപ്പിക്കും? ചേട്ടൻ ശരിക്കും ഒന്ന് ആലോചിക്ക്. ചേട്ടന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇടിക്കാറ് കാണൂലേ? ഒരാളും കിട്ടണില്ലല്ലോ. നീ ആദ്യമായിട്ട് അവളൊരു കാര്യം ചോദിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതി വല്ല പൂവക്കായ പറക്കണ കാര്യമെന്ന്. അവള് വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ചേട്ടൻ എന്നെ കൈ വിടരുത്. ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒപ്പിച്ചേരണം. പൈസ ആവശ്യമായിട്ടല്ല, ആളെ കിട്ടാഞ്ഞിട്ടാണ്. നീ ആദ്യം ഒരു കാര്യം ചോദിക്കുമ്പോ നോക്കാം. റിലേറ്റീവ്സിലെ ഒരാളുണ്ട് മോനെ, എന്റെ വകയിലൊരു ബന്ധുവാ, പൂമ്പാറ്റ ഗിരീഷ്. പൂമ്പാറ്റ ഗിരീഷാ? യു മീൻ ബട്ടർഫ്ലൈ? അതെ, പൂമ്പാറ്റ. ബാക്കിയെല്ലാരും അടിച്ച പൊന്നി ചെലവർക്ക, ഗിരീഷ് അടിച്ചല്ലേ പൂമ്പാറ്റ വർക്കും. നല്ല മുട്ടം പൂമ്പാറ്റ. ഒരെണ്ണം കിട്ടിയ മോനെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ലാട്ടാ. അങ്ങനെ വീണ പേരാ. അത്ര വലിയ ഇടിക്കാരനാണോ? ഡേവിഡ് സാർ ഇച്ചിരി വലുതാ. ഇടിക്കാരനാണോന്നാ? ഗിരീഷേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഡീലിന്റെ കഥ കേൾക്കണ. നമ്മുടെ ഗിരീഷേട്ടനും പിന്നെ ഗാന്ധി സുഖം എന്ന് പറഞ്ഞൊരു ഓഞ്ഞത്തെണ്ടിയും കൂടി സൈമൺ സാറിന്റെ കുഴൽപ്പണം ഡെലിവറിനായിട്ടെ മലബാലിക്ക് രാത്രി ഇങ്ങനെ പോയിരുന്നു. കുഴൽപ്പണോ? നമ്മുടെ പൈസ. ഈ കൊറേ കാശിക്ക് ബേഗിലിട്ടുണ്ടായാലേ പോലീസുകാർ പിടിക്കും. അപ്പൊ നമ്മൾ ഈ ഡൗട്ട് തോന്നാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഈ വലിയ PVC പൈപ്പല്ലേ ഈ കാശൊക്കെ അതിനുള്ളിൽ കുത്തി കയറ്റിക്കൊണ്ടു. അതാണ് ഈ കുഴൽപ്പണം. നീ അത് വിട്ടേ, നീ കഥകൾക്ക്. അങ്ങനെ നമ്മുടെ ഗിരീഷേട്ടനും ഗാന്ധിസും കൂടി ജീപ്പിൽ രാത്രി ഇങ്ങനെ പോവായിരുന്നു. എന്നെ കൂടി പണിക്കൂട്ടിന് താങ്ക്സ് ഉണ്ട് കേട്ടോ ഗിരീഷേട്ടാ. എന്താടാ? ഞാനൊന്ന് മുള്ളിട്ട് വരാം. അത് കഴിഞ്ഞ് ഗിരീഷേട്ടൻ ഒരു സിഗരറ്റ് കത്തിച്ച് നോക്കുമ്പോണ്ടാ, 1 ഗുണ്ട, 2 ഗുണ്ട, 3 ഗുണ്ട, ഗുണ്ടകളോട് ഗുണ്ട. ഗിരീഷേ, ഒന്നും വിചാരിക്കരുതിട്ടാ. നീ എത്ര കാലമായി സൈമൺ സാറിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ 5-6 കോടിയുണ്ട്. ലൈഫ് സെറ്റിൽ ആവാനേ ഇത് മതി. നിന്നോട് പറഞ്ഞ കാശ് അടിച്ചു മാറ്റാനോട്ട് നീ സമ്മതിക്കുകയില്ല. ചതിയാണെന്നൊന്നും വിചാരിക്കരുതിട്ടാ. നല്ല മുട്ടം പണി അറിയാവുന്ന പിള്ളേരാ. ഒന്ന് മുട്ടി നോക്കുന്ന ഒന്ന് മുട്ടി നോക്ക്. പിന്നെ ഗിരീഷേട്ടൻ അങ്ങോട്ട് അടിയായിരുന്നു, അടിയോടടി. എല്ലാരും കണ്ണി കൂടെ പൂമ്പാറ്റ പറന്നു. അധികം സമയം കളയാനില്ല, പിന്നെ കാശിന് വെയിറ്റ് ചെയ്യുന്നവരെ പിണക്കാനും പറ്റില്ല. അപ്പൊ എങ്ങനെയാ, പെട്ടെന്ന് തുടങ്ങല്ലേ? അപ്പൊ പണി നടക്കട്ടെ. എനിക്കിതൊന്നും കാണാൻ വയ്യേ. വേഗം തീർത്തേക്കട പിള്ളേരെ, ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം. നീ വാടാ ഡ്രൈവറെ. മതി, പൂമ്പാറ്റ തന്നെ മതി. ചേട്ടൻ വേഗം പോയി ചോദിക്കേ, ഞാൻ എന്നോട് പറയട്ടെ. അതൊക്കെ റെഡി, ബഡ്ഡി ചെല്ല്. ഹലോ അവിനാഷ്, ഓവർ. ആൻഡ് ഓവർ. ഗുണ്ട റെഡി. പൂമ്പാറ്റ ഗിരീഷ്.